ഒരു ദിവസം നിങ്ങളുടെ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട് ഒരു ടാങ്ക് നിറച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ഈ ടാങ്കിലെ വെള്ളം മുഴുവനായിട്ട് നിറയ്ക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് വാശി കൂടി, നിങ്ങൾക്ക് ഒരുപാട് നേരം ട്രൈ ചെയ്തിട്ട് ഒരുപാട് വെള്ളം കോരി, പക്ഷെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഈ ടാങ്ക് നിറയുന്നില്ല. അപ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നത് ഈ ടാങ്കിന്റെ പല ഭാഗത്തുമായിട്ട് ചെറിയ ചെറിയ ഹോളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര നിറച്ചാലും ഈ പറഞ്ഞ ഹോളിലൂടെ ഇങ്ങനെ വെള്ളം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ടാങ്ക് നിറയാത്തത്. ഇതേപോലൊരു കാര്യം നിങ്ങളുടെ ബിസിനസ്സിലുണ്ടോ? നിങ്ങൾ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഹ്യൂജായിട്ട് മാർക്കറ്റ് ചെയ്തു, ഒരുപാട് പണം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തു, ഒരുപാട് ലീഡുകളും വന്നു, പക്ഷെ ഇതൊന്നും സെയിൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നില്ല. വളരെ കുറച്ച് മാത്രമേ സെയിൽസിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സെയിൽസ് ടീം ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 മിസ്റ്റേക്കുകളായിരിക്കും ഒരു പക്ഷേ ഈ പറയുന്ന വെള്ളം ചോരുന്നത് പോലെ നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ പുറത്തേക്ക് പോകാനുള്ള കാരണം. എന്തൊക്കെയാണ് ആ 3 പോയിന്റുകൾ എന്ന് പറയാം. ഒന്നാമത്, നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ കസ്റ്റമേഴ്സ് നീഡ്സ്. കസ്റ്റമർ നീഡ് മനസ്സിലാക്കാതെയാണ് അവർ സെയിൽ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ കസ്റ്റമർക്ക് എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കാതെ നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് ഇങ്ങനെ വാതോരാതെ ഒരുപാട് ഫീച്ചേഴ്സിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അതല്ല ഒരിക്കലും ചെയ്യേണ്ടത്. മറിച്ച് ആ കസ്റ്റമർ നീഡ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റോ സർവീസോ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അവരെ ബോധ്യപ്പെടുത്തി അതിന്റെ ബെനിഫിറ്റ് പറഞ്ഞു കൊടുത്തിട്ട് മാത്രമേ സെയിൽസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഫോക്കസിങ് ഓൺലി ഓൺ പ്രൈസ്. ഇവർ ചെയ്യുന്ന അടുത്തൊരു മിസ്റ്റേക്ക് എന്താണ്? എപ്പോഴും ഈ പ്രൈസിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇത് വളരെ ചീപ്പാണ് സാർ, സിമ്പിളാണ് സാർ, മറ്റുള്ള കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ റേറ്റ് വളരെ കുറവാണ് സാർ. എപ്പോഴും ഈ റേറ്റിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്നത് എപ്പോഴും കസ്റ്റമേഴ്സിന് ഒരു വിരക്തി ഉണ്ടാക്കുകയാണ് ചെയ്യാം. അവർക്ക് വേണ്ടത് വാല്യൂ ആണ്. നമ്മൾ മനസ്സിലാക്കാം, മാർക്കറ്റിൽ 5 ലക്ഷം രൂപയുടെ കാറും വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്, 50 ലക്ഷം രൂപയുടെ കാറും വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ 5 കോടിയുടെ കാറും വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ തമ്മിലുള്ള വ്യത്യാസം എല്ലാം കാറ് തന്നെയല്ലേ, പക്ഷെ അതിന്റെ വാല്യൂലാണ് വ്യത്യാസം. അപ്പൊ അതുപോലെ നിങ്ങളുടെ ഏതൊരു പ്രോഡക്റ്റും കൃത്യമായിട്ട് അത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം. അതിന്റെ വാല്യൂ എന്താണെന്ന് കസ്റ്റമർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. മൂന്നാമത്തെ കാര്യം, പുവർ ഫോളോ അപ്പ് ആണ്. എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ചിലപ്പോൾ അപ്പം തന്നെ തീരുമാനം എടുത്തൊന്നും വരില്ല. അവർക്ക് അതിനുവേണ്ടി സമയം കൊടുക്കണം. പക്ഷെ ആ നിശ്ചിതമായിട്ടുള്ള ഇടവേളകളിൽ കൃത്യമായിട്ട് അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേ മതിയാവും. കുറെ കഴിയുമ്പോഴേക്കും അവരുമായിട്ട് നല്ലൊരു ആത്മബന്ധം ഉണ്ടാക്കാൻ, നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും പറ്റണം. അതിലൂടെ ആ സെയിൽസ് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുകയും ചെയ്യണം. ഓക്കെ, നമുക്ക് ബിസിനസ് മാസ്റ്ററി ഹബ്ബ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും നിങ്ങളുടേതായിട്ട് സംശയങ്ങൾ ചോദിക്കുന്നതിനും ഇതിനകത്ത് താഴത്തെ നമ്പർ ഉണ്ടാവും. ആ നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.